ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. ഇതെൻ്റെ അമ്മ എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഉണ്ടാക്കി തരുന്നതായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു കറിയായിരുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കറി കൂടിയാണ്. മാങ്ങാക്കറിയാണ്. ഈ മാങ്ങ അധികം പുളിയില്ലാത്തായിരിക്കണം. ഒരു ചെറിയ മധുരമുള്ള ചെനച്ച മാങ്ങ. അതിങ്ങനെ തേങ്ങ അരച്ച് കറി വെച്ചെന്നാൽ വളരെ ടേസ്റ്റിയാണ്. ഇതിന് നമ്മൾ വെളുത്തുള്ളിയോ സവോളയോ ഇഞ്ചിയോ ഒന്നും ചേർക്കരുത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ ഈ കറി വെക്കാനായിട്ട് ഒരു 2 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, അധികം പുളിയില്ലാത്ത ഒരുവിധം മധുരമുള്ള മാങ്ങയാണ്. ഇതുപോലെ ചെനച്ച 2 മാങ്ങ എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാൻ എരിവിനാവശ്യമായ പച്ചമുളക് കൂടെ ഇടുന്നുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇത് ചെറിയ പച്ചമുളകായതുകൊണ്ടാണ് എണ്ണം കൂടുതൽ. അത്യാവശ്യം എരിവും വേണം ഇതിന്. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് തീ കുറച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അരച്ചുകൊണ്ട് വരുമ്പോഴത്തേനും ഇത് വേവും, കാരണം മാങ്ങയല്ലേ, പെട്ടെന്ന് വേവും. അപ്പോൾ ഒരു 1.5 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് കുറച്ച് തേങ്ങ വേണം, അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് വരികയില്ല. ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി 2 ചെറിയ ഉള്ളി ഇതൂടെ ഇട്ട് നമുക്കൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരയണം. ഇപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് കഴിഞ്ഞു. ചെറുതായിട്ട് വേണം നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇത് ഒത്തിരി അങ്ങനെ കലങ്ങിപ്പോണ മാങ്ങയല്ല ഇത്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർക്കണം. ഇത്രയും മതി. ഇനി നമുക്ക് ചെറിയ തിള വരുമ്പോഴത്തേന് നമുക്ക് നിർത്താം. തിളച്ചൊന്ന് ചെറുതായിട്ട് വന്നാൽ മതി. കണ്ടോ, അതിൻ്റെ അകത്ത് കുറച്ച് മാങ്ങ അലിത്തിട്ടുണ്ട്, എന്നാൽ കുറച്ച് കഷ്ണമായിട്ടും കിടക്കും. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇപ്പം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് വറുക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു 3 ചെറിയ ഉള്ളി അരിഞ്ഞതുണ്ട്, അതോട് ചേർക്കാം. ഒരു 3 വറ്റൽമുളക് കൂടി ചേർക്കാം. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ വെന്തിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ലൊരു കറിയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും മധുരമുള്ള, അതായത് പുളി അധികം ഇല്ലാത്ത, ഒരുപാട് മധുരമാകരുത്, അങ്ങനെയുള്ള മാങ്ങ കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. നല്ലതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും.